വൈകുന്നേരം റാസൽ റുമാൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. ഡ്രാഗൺ സിറ്റിയിലേക്കുള്ള 12-ാം നമ്പർ ബസ്സിലാണ് കയറിയത്. 300 ഫിൽസാണ് ചാർജ്. 1 മണിക്കൂർ 12 മിനിറ്റ് യാത്ര ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചകൾ കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കൂടാതെ ചൈനീസ് സാധനങ്ങളുടെ ബഹ്റൈനിലെ പരദേശിയായ ഡ്രാഗൺ സിറ്റി പോകുന്നവർ സാധനം വാരിക്കൊണ്ടുവരുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം എന്ന് കരുതി തന്നെയാണ് യാത്ര. കാറിൽ പോകുമ്പോൾ മാക്സിമം ഷോർട്ടായിട്ടുള്ള വഴികളാണ് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ ബസ് അങ്ങനെയല്ല. വേറിട്ട വഴികളിലൂടെ കടന്നു പോകുന്ന ബസ് നമുക്ക് തരുന്ന കാഴ്ച വളരെ വൈവിധ്യമാർന്ന സാംസ്കാരിക നഗരങ്ങളും പുരോഗമനത്തിൻ്റെ പാഠങ്ങളും വേറിട്ട ജീവിതങ്ങളും കാണിച്ചു തരും. ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് റെഡ് ബസ്സിലെ യാത്ര. അവധി ദിവസം ഇതുപോലെ ഒരു യാത്ര പ്രവാസ ജീവിതത്തിൽ വ്യത്യസ്തമായൊരു അനുഭവം നമുക്ക് നൽകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഒടുവിൽ നമ്മൾ ഡ്രാഗൺ സിറ്റി റീച്ചായി. അങ്ങനെ ബസ് ഇറങ്ങി. തായ്മാർട്ടും ഡ്രാഗൺ സിറ്റിയും കറങ്ങി. വേറിട്ടൊരു ലോകം എന്ന് തന്നെ പറയാം. പറഞ്ഞു കേട്ട പോലെ വിലക്കുറവിൻ്റെ മാമാങ്കം എന്നൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ പുറത്ത് അവൈലബിൾ അല്ലാത്ത വെറൈറ്റി ഐറ്റംസ് ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് വന്നിട്ട് ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അവിടം വരെ പോയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ഒരു ചായയും കുടിച്ചിട്ട് തിരിച്ചതുപോലെ ബസ് കയറി രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ട് അന്നത്തെ ദിവസത്തെ യാത്ര നമ്മൾ അവസാനിപ്പിച്ചു.